ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കാഹളം മുഴക്കി കോൺഗ്രസിന്റെ മഹാറാലി ഇന്ന് നാഗ്പൂരിൽ സംഘടിപ്പിക്കും. പാർട്ടിയുടെ 139ാം സ്ഥാപക ദിനം പ്രമാണിച്ച് സംഘടിപ്പിക്കുന്ന റാലിയിൽ കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജുൻ ഖർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഞങ്ങൾ തയ്യാറാണ് എന്നാണ് കോൺഗ്രസ് മഹാറാലിയുടെ മുദ്രാവാക്യം. കേന്ദ്രത്തിൽ BJPയെ പരാജയപ്പെടുത്താൻ മാറ്റത്തിന്റെ സന്ദേശം നൽകുന്നതാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്ന് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടേലെ പറഞ്ഞു. രാജ്യത്തെ ജനങ്ങൾക്ക് ഇതൊരു ചരിത്ര നിമിഷമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. RSS ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നാഗ്പൂരിൽ നടക്കുന്നതിനാൽ ഈ മഹാറാലിക്ക് വലിയ പ്രാധാന്യവുമുണ്ട്. BJPക്കും RSSനും എതിരായ പോരാട്ടമാണ് കോൺഗ്രസ് വീണ്ടും ഇതുവഴി ഉയർത്തിക്കാട്ടുന്നത്. റാലി രാജ്യത്തുടനീളം നല്ല സന്ദേശം നൽകുമെന്നും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ബ്യൂഗിൾ മുഴക്കുമെന്നും നാഗ്പൂരിൽ നിന്നും പാർട്ടി MLA നിതിൻ റൌട്ട് പറഞ്ഞു. ലക്ഷക്കണക്കിന് ജനങ്ങളും കോൺഗ്രസ് പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യം പ്രശ്നങ്ങൾ നേരിടുമ്പോഴെല്ലാം കോൺഗ്രസ് രംഗത്തിറങ്ങുകയും രാജ്യത്ത് വലിയ മാറ്റങ്ങൾ സംഭാവന ചെയ്യുകയും ചെയ്തു എന്ന് നാനാ പട്ടേലെ പറഞ്ഞു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നാഗ്പൂരിൽ ഒരു പൊതുയോഗം നടത്തിയിരുന്നു. തുടർന്ന് വിദർഭയിൽ നിന്നുള്ള എല്ലാ സീറ്റുകളിലും കോൺഗ്രസ് വിജയിച്ചു. നാഗ്പൂരിൽ ഈ ചരിത്രം ആവർത്തിക്കുമെന്നും രാജ്യത്ത് വലിയൊരു മാറ്റം സംഭവിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഹിന്ദി ഹൃദയഭൂമിയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റ പരാജയത്തിൽ നിന്ന് പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഉന്നത നേതാക്കളെ ഒന്നിച്ച് അണിനിരത്തി റാലി സംഘടിപ്പിച്ചത്. കോൺഗ്രസ്, NCP, ശിവസേന, ഉദ്ധവ് പക്ഷം എന്നിവരുടെ മഹാവികാസ് അഘാടി ഒരുമിച്ച് മത്സരിക്കുന്ന മഹാരാഷ്ട്രയിൽ പാർട്ടി ശക്തി പ്രകടനം കൂടിയാണ് റാലി കൊണ്ട് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. അതേസമയം രാവിലെ ഡൽഹിയിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് പതാക ഉയർത്തിയ ശേഷമാണ് നേതാക്കൾ നാഗ്പൂരിലേക്ക് എത്തിയത്.